ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വാഹനം എങ്ങനെ ഓടിക്കാമെന്നാണ്. ഓട്ടോമാറ്റിക് വാഹനം ഓടിക്കാൻ അറിയാത്ത ആൾക്കാരും അതിനെപ്പറ്റി സംശയങ്ങളുള്ള ആൾക്കാരും ഉണ്ട്. അവർക്ക് വേണ്ടിയാണ് വീഡിയോ. ഓട്ടോമാറ്റിക് വാഹനം ഓടിക്കാൻ അറിയുന്നവർക്ക് ഇത് ബാധകമല്ല. ഇത് മഹേന്ദ്ര XUV-യുടെ 700 എന്ന വാഹനമാണ്. ഇതിൻ്റെ ഗിയർ സിസ്റ്റം കാണിച്ചു തരാം. ഇതിന് വരുന്നത് ഒരു ലിവറാണ്. ഈ ലിവറിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് പ്രസ് ആകണമെങ്കിൽ ഇതിപ്പം നമ്മൾ ജസ്റ്റ് ഞെക്കുമ്പം തട്ടി നിൽക്കും, ഗിയർ മാറത്തില്ല. ഈ സ്വിച്ച് ഫുള്ളായിട്ട് അകത്തേക്ക് പോയെങ്കിൽ മാത്രമേ ഗിയർ റിലീസ് ആകത്തുള്ളൂ. അതിന് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ മാത്രമേ ഈ സ്വിച്ച് റിലീസ് ആകത്തുള്ളൂ. ഇപ്പോൾ റിലീസായി. ഇത് നമുക്ക് റിലീസായ ശേഷം നമുക്ക് ബാക്കിലോട്ട് മാറ്റാം. ഇത് തൊട്ട് പുറകെ റിവേഴ്സാണ് വരുന്നത്. ഒന്നുകൂടെ താഴോട്ടിടുമ്പം ന്യൂട്രൽ വരും. അവിടെ ഒന്നും താഴോട്ട് വരുമ്പോൾ ഡ്രൈവ് ഇടും. ഈ ഡ്രൈവിൻ്റെ ഇടുന്ന് MD എന്ന് കാണിക്കുന്നത് മാനുവൽ ഡ്രൈവാണ്. അതായത് ഈ വാഹനം മാനുവൽ ഡ്രൈവ്, നമുക്ക് മാനുവലായിട്ടുള്ള വാഹനം ഓടിക്കണമെങ്കിൽ ഇത് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് പുഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് മാനുവൽ വണ്ടി ഓടിക്കാം. പക്ഷേ അതുപോലെ ക്ലച്ചില്ല എന്നേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഗിയർ മാറാൻ പറ്റത്തില്ല. വണ്ടിയുടെ RPM കയറിയാൽ മാത്രമേ നമ്മൾ ഈ ഷിഫ്റ്റിലൂടെ സാധിക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം RPM മാറാത്ത രീതിയിൽ കിടക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ഗിയറിലാണ് പോകുന്നത് ആ ഗിയറിൽ തന്നെ കിടക്കത്തുള്ളൂ. ഇതിപ്പോൾ ഡൗൺ, ഇത് അപ്പ്. ഇപ്പം നമുക്ക് ഈ മോട്ടർ കാണാൻ പറ്റും, ഡ്രൈവും അപ്പും. ഇപ്പോൾ വണ്ടി റണ്ണിങ് ഉള്ള സമയത്ത് സെക്കൻഡ് ഗിയറെ വരെ നമുക്ക് കയറ്റാൻ പറ്റും. അതിനപ്പുറത്ത് കയറത്തില്ല. വണ്ടി റണ്ണിങ് ആണെങ്കിൽ മാത്രമേ തേർഡ് ഗിയറെ കയറത്തുള്ളൂ. ഫസ്റ്റ് സെക്കൻഡ് കയറും. നേരെ ലെഫ്റ്റിലേക്ക് നമ്മൾ ഒന്നുകൊണ്ട് തട്ടിയിട്ടാൽ നേരെ ഡ്രൈവ് മോഡ് വന്നു. ഡ്രൈവ് മോഡ് വണ്ടി സാധാ നോർമലി പോകുന്നവരെ പൊക്കോളും. നമുക്ക് ബ്രേക്ക് മാത്രം അപ്ലൈ ചെയ്യുക, ആക്സിലറേഷൻ കൊടുക്കുക, ഇത് മാത്രം ചെയ്താൽ മതി. ഓട്ടോമാറ്റിക് ഗിയർ ഡൗണും അപ്പും ആയിക്കോളും. തൊട്ട് മേളിൽ തട്ടിയാൽ ന്യൂട്രൽ, ഒന്നുകൂടെ തട്ടിയാൽ റിവേഴ്സ്, ഒന്ന് തട്ടിയാൽ പാർക്കിങ്. വണ്ടി എവിടെയും പാർക്ക് ചെയ്യുമ്പം വണ്ടിയോടെ നിർത്തി നമ്മൾ സൈഡിൽ നോക്കി നമ്മൾ എങ്ങോട്ടെങ്കിലും പോകാം. വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ഈ പാർക്കിംഗ് ഇട്ടോണം. വണ്ടി പാർക്കിംഗ് ഇട്ടാൽ ഓട്ടോമാറ്റിക്കലി ഇത് ഹാൻഡ് ബ്രേക്കാണ്. പാർക്കിംഗ് ഇട്ടാൽ ഓട്ടോമാറ്റിക്കലി ഈ പാർക്ക് ഓണാവും. ഇത് പാർക്കിങ്ങിൻ്റെ ലിവറാണ്. ഇതൊന്ന് താത്തിയാൽ റിലീസാകും, മേളിട്ട് പൊക്കിയാൽ പാർക്കിംഗ് ഓണായി. ഇത് ഓട്ടോ ഹോൾഡാണ്. ഈ ഓട്ടോ ഹോൾഡ് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ട്രാഫിക്ക് നിൽക്കുകയാണെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോകത്തില്ല. ഇത് ഓണാണെങ്കിൽ. ഇതിപ്പം റണ്ണിങ്ങിൽ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. ഇത് ഓണായി കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് കത്തും. ഈ ലൈറ്റ് കത്തി കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് ആണെങ്കിൽ അവിടെ വണ്ടി മുന്നോട്ട് പോകാൻ നിൽക്കും. ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്താലും കുഴപ്പമില്ല. ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങും. ഇപ്പം